തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴേ തൂത്തുവാരുക എന്നൊരു പത്രപ്രയോഗമുണ്ട്. സ്വീപ്പിംഗ് ആയിട്ടുള്ള റിസൾട്ട്സ് വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അത് പലപ്പോഴും അനുകൂലമോ പ്രതികൂലമോ ആയിട്ടുള്ള ഒരു തരംഗത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫലങ്ങളാണ്. ഇന്നലെ വന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ഒരു തരത്തിൽ അത് ഒരു സ്വീപ്പിംഗ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. അതേസമയം അത് താരതമ്യേന അപ്രതീക്ഷിതവുമായിരുന്നു. ഇതുപോലൊരു റിസൾട്ട് അങ്ങനെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. NDA അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് കണക്ക് കൂട്ടിയവരായിരുന്നിരിക്കാം ഭൂരിപക്ഷം. അതുപോലെ തന്നെ മഹാസഖ്യം, ഇന്ത്യ സഖ്യം, RJDയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള സഖ്യം, അതിനും ഒരു സാധ്യത കൽപ്പിച്ചിരുന്നവരുണ്ട്. എങ്കിൽ പോലും കൂടുതൽ സാധ്യത NDAക്ക് തന്നെയായിരുന്നു. പക്ഷെ ഇതുപോലൊരു മത്സരഫലം അങ്ങനെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് പോലും അല്ലെങ്കിൽ നിതീഷ് കുമാറിന് പോലും ഇത്തരത്തിൽ മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കേവല ഭൂരിപക്ഷത്തിന് 122 സീറ്റുകൾ വേണ്ടിടത്താണ് NDA, BJPയും JDയുവും ചേർന്ന സഖ്യം 202 സീറ്റുകൾ കരസ്ഥമാക്കിയത്. അതേസമയം മറുഭാഗത്ത് മഹാസഖ്യത്തിന് വെറും 34 സീറ്റുകൾ മാത്രം ലഭിച്ചു.